മലപ്പുറം നിലമ്പൂർ അമരമ്പലത്ത് ആടിനെ ആക്രമിച്ചു കൊന്നത് പുലി തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആക്രമിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ഇപ്പോൾ കെണി സ്ഥാപിച്ചു. 2 ആഴ്ച മുമ്പ് തട്ടിയേക്കൽ ഭാഗത്തും സമാനമായ രീതിയിൽ ആടുകൾക്ക് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി. സോണൽ, ഈ ആക്രമണം പുലിയുടേതാണ് എന്ന് ഉറപ്പിക്കുകയാണോ? എന്താണ് ഇപ്പോൾ വനംവകുപ്പ് ചെയ്തിരിക്കുന്നത്? സ്മൃതി, ഞാനിപ്പോൾ നിൽക്കുന്നത് നിലമ്പൂരിലെ അമരമ്പലം അമ്പലക്കുന്ന് ഭാഗത്താണ്. ഇന്ന് പുലർച്ചെ 1 മണിയോട് കൂടിയിട്ടാണ് ഈ പ്രദേശത്ത് വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത്. ഈ കാണുന്ന കൂട്ടിൽ നിന്നാണ് ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് പുലി തന്നെയാണ് എന്നുള്ള കാര്യത്തിലേക്ക്, ഒരു നിഗമനത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത്, ഈ കൂടിലേക്ക് പോകുന്ന സ്ഥലത്ത് നഖം തട്ടിയ പാടുകളുണ്ട്. അതുപോലെ തന്നെ ഈ ആട്ടിൻകുട്ടിയെ ആക്രമിച്ച മുറിവുകൾ ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അത് പുലിയാണ് എന്നുള്ള കാര്യത്തിലേക്ക് ചെന്നെത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. എന്തായാലും 74 വയസ്സുള്ള ഉണ്ണികൃഷ്ണൻ ചേട്ടൻ്റെ ആടിനെയാണ് പിടിച്ചിട്ടുള്ളത്. അവർക്ക് അല്പം കേൾവി ശക്തി കുറവുണ്ട്. അതുകൊണ്ട് ഈ സംഭവം നടന്നതൊന്നും അവരറിഞ്ഞിരുന്നില്ല. സമീപത്തെ വീട്ടിലെ ആളുകൾ അറിഞ്ഞോ അല്ലെങ്കിൽ ഈ ശബ്ദം കേട്ട് എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുള്ളത് എന്നറിഞ്ഞത്. ഇപ്പോൾ ഈ പ്രദേശത്തെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ടോണി ചേട്ടൻ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? രാത്രി 1 മണിയോട് കൂടിയാണ് ഈ ഉണ്ണികൃഷ്ണേട്ടന് കുറച്ച് ശബ്ദം കേൾക്കാൻ കേൾവി ശക്തി കുറവായതിനാൽ തൊട്ടടുത്ത വീട്ടിലെ സുകുമാരേട്ടനും മകൻ കിഷോറും ശബ്ദം കേട്ടിട്ട് ഓടി വന്നിട്ടാണ്, ഇങ്ങനെ ഒച്ച കേട്ടിട്ടാണ് ഓടി വന്നത്. അപ്പോൾ ടോർച്ചടിച്ച് നോക്കുമ്പോൾ തെങ്ങിൻ്റെ ചോട്ടിൽ ഇതിൻ്റെ ജഡമാണ് കണ്ടത്. അപ്പം അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് എന്നെ വിവരം അറിയിച്ചത്. 7 മണിയോടുകൂടി ഞാനിവിടെ സ്ഥലത്തെത്തി. ശരി, അമരമ്പലത്ത് ആടിനെ ആക്രമിച്ചത് പുലി തന്നെയാണ്. ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമാണ് കണ്ടത്.